ഇത് ചൈനക്കാരുടെ മെയിൻ സാധനം. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ചൈനക്കാരൻ്റെ ജീവനായ ഓയിസ്റ്റർ ഗ്രില്ലിട്ടാ. ഇത് ശരിക്കും പറഞ്ഞാൽ പച്ചക്ക് കഴിക്കുന്ന സാധനമാണ്. ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഇത് കഴിക്കാമല്ലോ, ഭയങ്കര ടേസ്റ്റാണ്. ചെറിയ ടേസ്റ്റ് ഒന്നുമില്ല, ഭയങ്കര ടേസ്റ്റ്. നമ്മൾ കടയിലൊക്കെ പോയാൽ ഈ സാധനം വാങ്ങി കഴിക്കും. ഇതെന്താ പാറ പോലെ ആയിരിക്കും, പാറ ശരിക്കും പാറ കഷ്ണം പോലെ കേട്ടാ. ഇത് നല്ല വൃത്തിയാക്കി എടുത്തിട്ടില്ലേ, ഇനി കഴുകി എടുത്തിട്ട് നമുക്ക് എന്ത് കാട്ടണം, നല്ല അടിപൊളി സാധനം ഉണ്ടാക്കണം. നമ്മളിപ്പോൾ ചൈനയിലാണുള്ളത് കേട്ടോ. ഈ സാധനം നല്ല വിലയുള്ള സാധനമാണ്. നമ്മുടെ നാട്ടിലൊക്കെ നല്ല വിലക്കാണ് ഈ സാധനം വിൽക്കുന്നത്. പക്ഷേ ഇവിടെ കാര്യമായിട്ട് വിലയൊന്നുമില്ല. ഈ ഒരു പീസിന് ഇവിടുത്തെ 4 രൂപ എന്ന് പറയുമ്പോൾ ഏകദേശം 50 രൂപയാണ് ഈ സാധനത്തിന് ഇവിടെ ഉള്ളത്. പിന്നെ ഇത് കുക്ക് ചെയ്ത് ഇവിടെ വാങ്ങിക്കുന്ന സമയത്ത് ഒരു 8-10 ആ റേഞ്ചിലേക്കാണ് വരുന്നത്. ഇതിന് വലുപ്പത്തിനനുസരിച്ചിട്ട് ഇതിൻ്റെ പ്രൈസ് കൊടുക്കട്ടാ. പക്ഷെ സാധനം ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ്, പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ്. നമ്മൾ നീ കഴിച്ചില്ലെന്ന് വന്നാൽ നമ്മൾ കഴിച്ചില്ല ഓയിസ്റ്റർ അവിടെ നിന്ന് കടയിൽ നിന്ന്. അതന്നെ സാധനം ഉണ്ട്, അതാണിത്. അപ്പോൾ എന്തായാലും നമുക്കിത് നല്ല വൃത്തിയായി കഴുകിയെടുത്തില്ലേ, നല്ല അടിപൊളി ഗ്രില്ലുണ്ടാക്കി കേട്ടാ. എനിക്കിപ്പോൾ തന്നെ നാവുന്നതിന് വെള്ളം വരികയാണ്. ഒരുപാട് മസാലകളോ സാധനങ്ങളൊന്നും ചേർക്കാതെ ആ മീറ്റിൻ്റെ രുചി എന്താണെന്ന് നോക്കാൻ വേണ്ടി നമുക്ക് കഴുകല്ലേ. ഇത് ബ്ലേഡ് പോലെ ഉണ്ടാണ്, പിടിക്കുന്ന സൈഡിലെ ശ്രദ്ധിക്കും, അല്ലെങ്കിൽ പണി കിട്ടും. പ്ലാസ്റ്റിക് വാട്ട ചില പൊട്ടും, ഭയങ്കര സ്ട്രോങ് ആണ്. കല്ല് പോലല്ലേ. ഇതിൻ്റെ കാര്യത്തില്ല, ശരിക്കും ഇതിൻ്റെ ഉള്ളിലാണ് കഴിക്കുന്നത്, ഗ്രില്ല് ചെയ്താണ് കഴിക്കുന്നതാണ്. എന്നാലും ഇതിന് അല്ലേ നമ്മുടെ ഒരു ആഗ്രഹത്തിന് വൃത്തി. ഇതിൻ്റെ ക്ലീനിങ് ടൂളാണിത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഓയിസ്റ്റർ ഓപ്പൺ ചെയ്യണം. ഓയിസ്റ്റർ ഓപ്പൺ ചെയ്യാൻ ഒരു ടൂൾ ഉണ്ട്. ഇതാണ് ഓയിസ്റ്റർ ഓപ്പണർ ടൂൾ പറഞ്ഞിട്ട് സാധനം. അപ്പോൾ ഇത് ശരിക്കും ഇങ്ങനെ ഡയറക്റ്റ് പിടിക്കരുത്. ഇതിലൊരു തുണി ഇങ്ങനെ മടക്കി പിടിച്ച് നമ്മളിതിൽ സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ വെച്ചിട്ട് വേണം ഇത് ഓപ്പൺ ആക്കാൻ വേണ്ടി. ഇതിങ്ങനെ ഇട്ടിട്ട് ഇതിങ്ങനെ പതുക്കെ അടത്തുക. ഒരു സൈഡ് മാത്രം ഓപ്പൺ ആക്കി എടുക്കാൻ പാടുള്ളൂ. ഓപ്പണായി അങ്ങനെയാണ് ഈ ഓയിസ്റ്റർ ഓപ്പൺ ആക്കുക. ഇത്തിരി ടാസ്കിൽ പണിയാണെങ്കിലും ഓപ്പണായി കിട്ടിയാൽ പിന്നെ പ്രശ്നമില്ല. തിന്നാൻ ടേസ്റ്റുള്ള ഒരു ടാസ്ക് കൂടുതലായിരിക്കും എന്ന് പറയാം. ഇതിനുള്ളിൽ ഈ സാധനം ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നില്ല. ഇതിന് നമ്മൾ കുത്തി കൊടുക്കണം. ഈ സ്ട്രോങ് പോയി കഴിച്ചാൽ പിന്നെ ഇത് സിമ്പിളായിട്ട് വരും. അത് ഒട്ടിപ്പിടിച്ചാണ് പ്രശ്നം. ഇതാണ് ഓയിസ്റ്റർ ഓപ്പൺ ചെയ്യുന്ന രീതി. ഈ പിടുത്തം വിടണം, എന്നാലേ ഇത് ശരിക്കും വരുള്ളൂ. ഈ പിടുത്തത്തിലാണ് ഇതുണ്ട്. ഭയങ്കര ഷെല്ലിനെ ഇറുക്കി പിടിച്ചിരിക്കണം. അതിന് ജീവിക്കാനുള്ള വഴിയെ നോക്കിക്കൊണ്ടിരിക്കണം. ഇത്രയേ ഉള്ളൂ. Like this, open finish. ഇത് ലൈറ്റായിട്ട് നമുക്ക് വേണമെങ്കിൽ കഴുകി വെക്കണ്ട. അത് പൊടിയൊക്കെ പൊട്ടിക്ക് പോയിട്ട് അങ്ങനെ കഴുകി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വൃത്തിയായി. അപ്പോൾ നമ്മുടെ മുതലിൻ്റെ ഓപ്പറേറ്റർ എത്തിയിട്ടാ ഇത് അദ്ദേഹം കൈകാര്യം ചെയ്തോളും. നമുക്കെന്താട്ടാ ഇതിനെ കൊണ്ട് ഗ്രില്ല് ചെയ്യാം. അപ്പോൾ അവർക്കാകുമ്പോൾ കൃത്യമായിട്ട് അറിയാം, കാരണം ഇവർ സ്ഥിരമായി കഴിക്കുന്ന സാധനമാണ്. അപ്പോൾ ഇനി ഉള്ളിൽ ചെയ്തോട്ടെട്ടാ. നമുക്ക് എന്താട്ടാ ഇതിനെ കൊണ്ട് ഗ്രില്ലടിച്ച് ഇവനെ ആദ്യം കൊടുക്കണ്ടാ. അവൻ നല്ല പണിയുള്ള ആളാണ്. ഓക്കെ, നമുക്ക് കൊണ്ട് ഗ്രില്ല് ചെയ്യാം. കുറച്ച് ചാർക്കോൾ, ഇവിടുത്തെ ചാർക്കോൾ ഉണ്ടാ ട്യൂബ് പോലെ ഇടുക. അങ്ങനെ നോക്കാം, മതി ഒന്ന് ചൂടാക്കി എടുക്കാം. ഇതാണ് ഇവിടുത്തെ കർപ്പൂരം കേട്ടാ, ചാർക്കോൾ ഫയർ ചെയ്യുന്ന സാധനം. ചാർക്കോൾ എന്നല്ല, അടുപ്പ് കത്തിക്കാനൊക്കെ ഒരു ഉപയോഗിക്കുന്നത് ഇതാണ്. സിമ്പിളായിട്ട് പിടിക്കും, പെട്ടെന്ന് കത്തിപ്പിടിക്കും. അതിനാണ് സാധനം ഉപയോഗിക്കുന്നത്. പിടിക്കട്ടെ. നമുക്ക് ഈ ഓയിസ്റ്ററിലേക്കുള്ള മസാല ഒന്ന് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ നമുക്ക് സോസ് പോലെ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി ഓയിലും കുറച്ച് ചുവന്ന മുളകും ഇട്ടുണ്ട്. നമ്മളെന്ത് കാട്ടണം, കുറച്ചുകൂടെ അതിന് ഒന്നുകൂടെ ടേസ്റ്റ് ആക്കണം. കുറച്ച് സ്പ്രിംഗ് ഓണിയൻ, കുറച്ച് ചുവന്ന മുളക്, അതേപോലെ തന്നെ കുറച്ച് പച്ചമുളക്. ഈ മൂന്നും നമുക്ക് ഇതിനകത്തിടാം. അപ്പോൾ ഒന്നുകൂടെ സ്ട്രോങ് ആവും, ടേസ്റ്റും കൂടും. ഇതിൽ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിരിക്കുക, അത്രയേ ഉള്ളൂ തന്നെ. ഇതന്നെ ഇതിൻ്റെ ഓയിസ്റ്റർ മസാല. ഇനി നമുക്ക് ഇതിനൊന്ന് മിക്സ് ചെയ്ത് തന്നെ, ഇത്രയേ ഉള്ളൂ വിഷയം. ഇനി നമുക്ക് കുറേ ഓയിസ്റ്റർ നമുക്ക് ചൂടാം. കുറച്ച് ചുള്ളലൊക്കെ ഇട്ട് കത്തിച്ചാണത് സംഭവം എന്നറിയാം. ഇതിൽ പിടിക്കുന്ന പാടാണ്, അതുപോലെ തന്നെ കെടാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചെറിയ ചൂട് കിട്ടിയാൽ
നമ്മുടെ ഓയിസ്റ്റർ വെച്ച് കൊടുക്കുക. ലൈറ്റായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ വേണ്ടത്, ഒരുപാട് ചൂടാണെന്നില്ലത്. ഇനി നമുക്ക് നമ്മുടെ ഓയിസ്റ്റർ മസാല ലിറ്റിൽ ബിറ്റ്. ഇത് അത്രയേ ഉള്ളൂ കേട്ടോ. കുക്കിംഗ് ടൈം അത്രയേ ഉള്ളൂ, കഴിഞ്ഞു. ഒരുപാട് കുക്ക് ആവരുത്. മണം സെയിം മണം വരുന്നുണ്ട്. ചൂടാണ്. അങ്ങനെ നമ്മൾ കഴിക്കാൻ വേണ്ടി പോവാണ്. നമുക്ക് പിന്നെ കോലിനെ ഇതില്ലേ, അപ്പോൾ ഇതിങ്ങനെ എടുക്കുക. ചൂടുണ്ട് കേട്ടാ, നല്ല വിശപ്പുണ്ട്. കുറേ നേരം വെയിറ്റ് ചെയ്യും. അതെ, ഇതിൽ ശരിക്കില്ലേ, ഇത് ഇവർക്ക് ഇങ്ങനെ കഴിക്കുന്നത് ഫുള്ളായിട്ട് കഴിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഇതിലൊരു പുറകിലൊരു സാധനമുണ്ട്, അത് കളയണം, എന്നിട്ട് ഞാൻ കഴിക്കുള്ളൂ. പക്ഷേ ചൈനക്കാർ ശരിക്കും ഇതിനെ കഴിച്ചാളേ, ഒരു കോലും കൂടി വേണ്ടി വരുന്നു അല്ലേ? അങ്ങനെയുണ്ട് സാധനമുണ്ട്. പൊളി. നിങ്ങൾ ഇവിടുന്ന് പോകണ്ട, റെസ്റ്റോറൻറ്റ് തുടങ്ങാം അവിടെ. ഇതിൻ്റെ മൂട്ടിലെ ഒരു സാധനമുണ്ട്, അത് എടുത്തിട്ട് വേണം. ഒരു കോലും കൂടി എടുത്താലേ കിട്ടുള്ളൂ. 2 കയ്യിൽ കോല് പിടിക്കാം. എന്ത് കോല് പിടിക്കലാണ് ഇവിടുത്തെ വലിയൊരു ടാസ്ക് കിട്ടാ. ഇവർക്ക് അങ്ങനെ കഴിക്കേണ്ടത്, ശരിക്കും അങ്ങനെ കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മുടെ ഒരു ഇത് അല്ല, അങ്ങനെ എടുത്തിട്ട് ഇത് വെന്ത മസാലയാണ് ശരിക്കും ടേസ്റ്റ്. ഈ കോല് പിടിക്കൽ വലിയ പണിട്ടാ. വാവ്, അടിപൊളി അല്ലേ? ഒരു രക്ഷയില്ല, അവർ ഒരു രക്ഷയില്ല. ഇന്നുണ്ടോ സാധനം നമ്മുടെ അടുത്ത്. പക്ഷേ അത് ചൂട്ടോടെ കഴിക്കണം. ചൂടാറിയാൽ പിന്നെ അത് കൊള്ളില്ല കേട്ടാ. അതാണ് നമ്മളൊന്ന് കാണിച്ചത്. ചൂട്ടോടെ തന്നെ കൊണ്ടുവന്നത് അവർ കഴിക്കുന്നുണ്ട്. അതങ്ങനെ എടുത്താണ് അതിനെ കഴിക്കുന്നത്. പക്ഷേ എനിക്കത് പറ്റില്ല. ഞാൻ ഇത്തിരി പരിഷ്കാരമാണെന്ന് ചോദിച്ചാൽ അല്ല. ഞാൻ ഇത്തിരി കൂടി ഇങ്ങനെ ഇതൊക്കെ ബേക്കിൽ ലേസം ഒരു കാട്ടം കളഞ്ഞിട്ട് കേട്ടാ. എന്നിട്ട് ഇത് മിക്സ് ചെയ്യണം. ശരി, ഇത് മിക്സ് ചെയ്തിട്ട് ഞാൻ ഇത് മാത്രമേ കഴിക്കുള്ളൂ. എന്ത് കാട്ടം മിക്സ് ചെയ്ത്? അല്ല, കാട്ടമല്ല, ഈ സാധനമല്ലേ, ഈ മസാല, നമ്മുടെ മസാലയൊക്കെ മിക്സ് ചെയ്തിട്ട്. മോനെ ഒരു രക്ഷയില്ല സാട്ടാ, ഒരു രക്ഷയില്ല. എതിട്ട് നല്ല പറ്റിയിട്ടുണ്ട്. അത് എടുത്തോ, ഇതിലുണ്ടോ, എടുത്തോ. ഇത് അടുത്തത് കുറച്ചേ ഉള്ളൂ സാധനം തിന്നേട്ടാ. പക്ഷേ ടേസ്റ്റ് ബേസ് അല്ലേ സാ, ഭയങ്കര ഹെൽത്തിയാണ്, ഭയങ്കര ഹെൽത്തിയാണല്ലേ. ഇത് ഇംഗ്ലീഷുകാരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇത് അങ്ങനെ കഴിക്കുന്നതാ. ഇംഗ്ലീഷുകാരൊക്കെ ഉണ്ടല്ലോ, എന്നാലൊരു ഹാഫ് ബോയിൽ ഓക്കെയാണ്. ആ, ഇത് പച്ചക്ക് കഴിക്കണല്ലേ, ഹാഫ് ബോയിൽ അതിൻ്റെ ടേസ്റ്റ് രുചി പറയുന്നുണ്ട് അല്ലേ. ഓലിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പഠിപ്പിച്ചേട്ടാ നമ്മളെ ഓലിങ്ങനെ പിടിക്കുക എന്നുള്ളത്. വാ, ഒരു രക്ഷയില്ല, അങ്ങനെ ഒരു രക്ഷയില്ല. മസാലയാണ്, മസാല ഈ മസാല ഇവർ കൂടുതൽ കഴിക്കുന്നതുകൊണ്ട് കടയിൽ തന്നെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അല്ലേ, നമ്മൾ ഉണ്ടാക്കണതില്ല. ഞാൻ കാണിച്ചാൽ കുറച്ചുകൂടെ ഇച്ചിരി പച്ചമുളകും നമ്മുടെ സ്റ്റൈലിലേക്ക് മാറ്റി, പഴുത്ത മുളകൊക്കെ ഇട്ടുകാണ് ഇച്ചിരി കൂടെ ഹെവിയാക്കി. ഒരു രക്ഷയില്ല. ഇനി അടുത്ത് ചൂടുക അല്ലേ. 3 കഴിച്ചു. ഇനി എന്നാ കഴിച്ചോ, 4. ഇന്നിവിടെ ചൂടാ. ഇന്ന് ചുട്ട് ഇവിടെ കുറേ നേരം തിന്നിട്ടേ പോകുള്ളൂ. ഇതൊരു പാർക്ക് പോലൊരു സംവിധാനം ഉണ്ട്. നമുക്കിവിടെ വന്നിട്ട് എന്തെങ്കിലും ചൂട് കഴിക്കുകയൊക്കെ ചെയ്യാം. നല്ല സൂള്ള പാർക്ക് പോലൊരു അടിപൊളി ഏരിയയാണ്. അപ്പോൾ സംഭവം ഒരു രക്ഷ നമ്മുടെ അടുത്ത് ഇനി സാധനം കൊണ്ട് കഴിക്കാനായിട്ട് കുറേ ചുട്ട് പതുക്കെ ആവുള്ളൂ.
ഇത് ഓരോന്നോരോന്നെടുത്തിട്ട് വന്ന് ഇരുന്നിരുന്നിരുന്ന് കഴിക്കണം കേട്ടാ. അപ്പോൾ നമ്മൾ ചൈനയിലാണുള്ളത്. ഇത് സഹീർ ഭായ് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. സഹീർ ഭായ് ജോലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യുക അല്ലേ നാട്ടിലേക്കും GCC കൺട്രിലേക്കും എവിടേക്കാണെങ്കിലും എക്സ്പോർട്ട് ചെയ്യാം. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാധനം ഒരു പ്രൊഡക്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ സഹീർ ഭായിൻ്റെ ടീമിന് അയച്ചു കൊടുത്താൽ അവരത് സോഴ്സ് ചെയ്ത് അല്ലേ അതിന് ക്വാളിറ്റി ഒക്കെ പരിശോധിച്ച് നിങ്ങൾക്ക് ഏത് ക്വാളിറ്റിയിലാണോ വേണ്ടത് അല്ലേ. ഇപ്പോൾ ഒരു 50 രൂപ കിട്ടുന്ന സാധനം ഉണ്ടാവും, 100 രൂപ കിട്ടുന്നതുണ്ടാവും, 25 രൂപ കിട്ടുന്നതുണ്ടാവും അല്ലേ. അപ്പോൾ അതൊക്കെ സംസാരിച്ചിട്ട് ഡീൽ ചെയ്ത് സാധനം ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്ത് നാട്ടിലേക്ക് എത്തിക്കും കേട്ടോ. അവിടെ ഇമ്പോർട്ട് ചെയ്ത് തരും. അപ്പോൾ അവിടെ ഇമ്പോർട്ട് ചെയ്തവരെ നമ്മൾ കൊടുക്കണതല്ലേ അല്ലേ, ഹാൻഡ് ഓവർ അല്ലേ. അതെ അതെ എല്ലാ ഷിപ്പിങ്ങും എല്ലാം ചെയ്യുന്നുണ്ട്. എല്ലാം ചെയ്യുന്നുണ്ട്. ഡോർ ടു ഡോർ ചെയ്യുന്നുണ്ട്, ഷിപ്പിംഗ് ചെയ്യുന്നുണ്ട്, എല്ലാ പരിപാടിയും അല്ലേ. അപ്പോൾ സാധനങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് സഹീർ ഭായി ബന്ധപ്പെട്ടാൽ മതി. ഞാൻ വാട്സപ്പ് നമ്പർ സഹീർ ഭായിൻ്റെ ഓഫീസ് നമ്പറായിട്ട് ബന്ധപ്പെടും. സഹീർ ഭായി വിളിച്ചാൽ പുള്ളി പൊളിയാണ്. നാളെ ദുബായിൽ എങ്കിലും യാത്രകളാണ്, യാത്രകൾ പറഞ്ഞാൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഒരു യാത്രകളാണ്. അപ്പോൾ പുള്ളി തിരക്കിലായിരിക്കും. ഓഫീസ് നമ്പർ കൊടുക്കാം, ഓഫീസ് നമ്പർ വിളിച്ചോളെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ താല്പര്യമാണെങ്കിലോ അല്ലേ അപ്പോഴൊക്കെ നിങ്ങൾ ബന്ധപ്പെട്ടോ. ഇത് നമുക്ക് ചുട്ട് അവിടെ തന്നെ തിന്നാം അല്ലേ. കമാൺ അത്രയേ ഉള്ളൂ. ഞാൻ മസാല കുറച്ച് ഇനി കോലും കൊണ്ട പണി എന്താ. അങ്ങനെ ആയതായത് നമുക്ക് എടുത്തിട്ട് ഇതിങ്ങനെ ചൂട്ടോടെ കഴിക്കണം. അതാണ് അതിൻ്റെ രുചി. കഴിക്കും. അടിപൊളി പരിപാടിയുണ്ട്. ഇങ്ങനെ ചുടുക തിന്നുക. ചൂടാറിയ ടേസ്റ്റ് ഇല്ല കേട്ടാ, ചൂടോടെ മാത്രം ടേസ്റ്റ് ഉള്ളൂ. ഇത് ഇത്രയും ചെറിയ പൈസക്ക് ഇവിടെ മാത്രം കിട്ടുള്ളൂ തോന്നില്ല അത് അല്ലേ. ചൈനയിൽ മാത്രം കിട്ടുള്ളൂ. ഇഷ്ടം പോലെ ഉണ്ട് സാധനം കേട്ടാ. അപ്പോൾ സാധനം ഇനി കൊണ്ട് കിട്ടാ പതുക്കെ ഉണ്ടെങ്കിൽ കഴിച്ചിട്ടേ ഞങ്ങൾ പോകുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുക കേട്ടാ. അപ്പോൾ ഇതിൽ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.